ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ഹഫിലെ ചിഹ്നങ്ങൾ ഭാഗം 20. മദ്ദിന്റെ ചിഹ്നമുള്ള അക്ഷരത്തിനു ശേഷം വരുന്നത് ഹംസ് ആണെങ്കിൽ അവിടെ ഹറക്കത്തുള്ള 6-7 അക്ഷരത്തിന്റെ സമയമെടുത്ത് നീട്ടിയാണ് പാരായണം ചെയ്യേണ്ടത്. ഇവിടെ മദ്ദക്ഷരത്തിന്റെ തൊട്ടുശേഷം അതേ പദത്തിൽ തന്നെയാണ് ഹംസ് വന്നിട്ടുള്ളതെങ്കിൽ അതിനെ മദ് മുത്തസിൽ എന്ന് പറയുന്നു. ഉദാഹരണം, ഇദാ ജാഅ നസ്റുല്ലാഹ് تنزل الملائكة أولئك على هدى من ربهم. മദ്ദക്ഷരം ഒരു പദത്തിന്റെ അവസാന അക്ഷരമായും ഹംസ് തൊട്ടടുത്ത പദത്തിന്റെ ആദ്യാക്ഷരമായും വന്നാൽ അതിന് മദ് മുൻഫസിൽ എന്നാണ് പറയുന്നത്. ഉദാഹരണം, വഫീ അൻഫുസികും يا أيها الذين آمنوا توبوا إلى الله. അതുപോലെ ചെറിയ യ നൽകി നീട്ടണമെന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഹഉകൾക്ക് ശേഷം ഹംസ് കൊണ്ട് തുടങ്ങുന്ന പദങ്ങൾ വന്നാലും മദ് മുൻഫസിൽ ഉണ്ടായിത്തീരുന്നതാണ്. ഉദാഹരണം, വഅംറുഹു ഇലല്ലാഹ് ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അപ്രകാരം യാ അയ്യുഹല്ലദീന ഹാ അൻതും എന്നിവ പോലെ രണ്ട് പദങ്ങൾ തമ്മിൽ കൂട്ടി എഴുതിയിട്ടുണ്ടെങ്കിലും അവ മദ് മുൻഫസിൽ ആയി തന്നെയാണ് പരിഗണിക്കുക. മദ് മുൻഫസിൽ അടിസ്ഥാന മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടാതെ ഓതുന്ന രൂപവും വന്നിട്ടുണ്ട്. എന്നാൽ മദ് മുത്തസിൽ അസ്ലീനേക്കാൾ നീട്ടാത്ത രൂപം തീരെ വന്നിട്ടില്ലാത്തതിനാൽ അത് നീട്ടിക്കൊണ്ട് തന്നെ ഓതൽ നിർബന്ധമാണ്.